ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലുത്തിനിയയുടെ പ്രാർത്ഥനയിൽ നമ്മൾ പരിശുദ്ധയമ്മയെ സ്വർഗത്തിൻ്റെ വാതിലേ എന്ന് വിളിക്കുന്നില്ലേ? സ്വർഗത്തിലേക്കൊരു വിശ്വാസിക്ക് കടന്നു പോകാനായിട്ട് സഹായകമാകുന്ന വാതിൽ പരിശുദ്ധയമ്മയാണ്. വിശുദ്ധ അത്തനാസിയൂസ് പറയുന്നു, അമ്മേ, അമ്മ കൃപയുടെ നിറകുടമാണ്, ഞങ്ങൾക്ക് രക്ഷയുടെ മാർഗം അമ്മയാണ്, സ്വർഗത്തിലേക്ക് കയറാൻ അമ്മ ഗോവണിയാണ്. അമ്മയാകുന്ന ഗോവണികയിലൂടെ സുഹൃത് സമ്പന്നമായ ജീവിതം നയിക്കുന്നവർ പടിപടിയായിട്ട് സ്വർഗത്തിലേക്കെത്തും. സ്വർഗത്തിലേക്കെത്താൻ ഏറ്റവും സുന്ദരമായ മാർഗം പരിശുദ്ധ അമ്മയാണെങ്കിൽ അമ്മ നമുക്ക് നൽകിയ അതിനുള്ള ഏറ്റവും നല്ല അനുഗ്രഹത്തിൻ്റെ ആയുധം അത് ജപമാലയാണെന്ന് മറക്കാതിരിക്കും. വിശുദ്ധ പീറ്റർ ഡാമിയൻ്റെ വാക്കുകൾ, പരിശുദ്ധയമ്മ സ്വർഗത്തിൻ്റെ ഗോവണിയാണ്. മനുഷ്യൻ ആ ഗോവണിയിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാക്കുന്നു. ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങിയതും ഈ അമ്മയാകുന്ന ഗോവണി വഴിയാണ്. ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന ഗോവണിയിലൂടെ വിശ്വാസി അവൻ്റെ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു. ഇതൊരു സുന്ദരമായ സങ്കല്പമാണെന്ന് ചിന്തിച്ചേ. നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധ അമ്മയെ ജീവിതത്തിൻ്റെ ഏത് കണാക്കയങ്ങളിലും ഈ ഗോവണിയായ അമ്മയെ കൂട്ടുപിടിച്ചിട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ, സ്വർഗകവാടമായ പരിശുദ്ധ അമ്മയെ സ്വപ്നം കണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, പനവഞ്ചർ പുണ്യവാൻ പറയും, മറിയം സ്വർഗത്തിൻ്റെ കവാടമാണ്. ആ കവാടത്തിലൂടെ ദൈവം അനുഗ്രഹം നൽകുന്നു. ആ കവാടത്തിലൂടെ മനുഷ്യൻ സ്വർഗത്തിലെത്തുന്നു. സ്വർഗം ഇങ്ങനെ അനുഗ്രഹം നൽകുന്ന ഈ വാതായനമായിട്ട്, വാതിലായിട്ട്, കവാടമായിട്ട് അമ്മയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പം നമ്മളതിനിണങ്ങുന്ന ഒരു ഭാഷയിൽ, ഭാവത്തിൽ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നും തുറന്നിട്ട വാതിലായ, മക്കളുടെ പ്രാർത്ഥനകൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ട വാതിലായ, മക്കളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ കേൾക്കുന്ന ഇടമായ അമ്മയുടെ കൂടെ നമുക്ക് ആ സ്വർഗീയ വാതിൽ കടന്ന് സ്വർഗം പ്രാപിക്കാം. കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മ തിരുക്കുമാരനോട് പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ സ്വർഗത്തോട് ചേർത്ത് വയ്ക്കാൻ, സ്വർഗീയ കവാടത്തിലൂടെ സ്വർഗപ്രാപ്തി സ്വന്തമാക്കാൻ അമ്മ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.